നന്മയും അനുഗ്രഹവും സമാധാനവും ഒക്കെ ദൈവത്തിൻ്റെ ദാനമാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 14 അധ്യായം അതിൻ്റെ 17 അവൻ നന്മ ചെയ്യും, ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്കായി തരും, ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുന്നു. അതെ, ആഹാരം, സന്തോഷം, സമാധാനം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അവൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല. പലപ്പോഴും നാം അവിശ്വസ്തരാകുമ്പോഴും ദൈവം നമ്മെ വിശ്വസ്തരെന്നെണ്ണി നിലനിർത്തുന്നു. നമ്മളുടെ കുറവുകൾ അവൻ ക്ഷമിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, മക്കളും അവകാശികളുമാക്കി തീർക്കുന്നു. അതെ, ദൈവവചനം നാം പഠിക്കുമ്പോൾ പ്രധാനമായി ഗ്രഹിക്കുക, എൻ്റെ കാലഗതികൾ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു. 31 സങ്കീർത്തനം അതിൻ്റെ 5 അതെ, ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ നടന്നിരുന്ന ദാവീദിനെ ദൈവം പരിപൂർണമായി മാറ്റി രാജ്യത്തെ രാജാവാക്കി തീർത്തു. നന്മയും സമാധാനവും അനുഗ്രഹവും അവൻ്റെ ജീവിതത്തിൽ നൽകുവാനിടയായി തീർന്നു. അതുപോലെ ദർശകനാകുന്ന ജോസഫിനെ ദൈവം ഉയർത്തി. രാജ്യത്ത് 7 വർഷം കഠിനക്ഷാമവും അതിനു മുമ്പ് 7 വർഷം ഫലപുഷ്ടിയുടെ അവസരങ്ങളും ദൈവം നൽകിക്കൊടുത്തു. എന്നാൽ സ്വപ്ന വ്യാഖ്യാനത്തിനായി ആർക്കും കഴിയാതിരുന്നപ്പോൾ ദർശകനാകുന്ന ജോസഫിന് അത് സാധ്യമാക്കി കൊടുത്തു. അതുകൊണ്ട് രാജ്യത്തിലെ രാജാവ് അവനെ അധിപതിയും രാജാവ് കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനവും നൽകിക്കൊടുത്തു. അതെ, ദൈവത്തിനൊരു മനുഷ്യനെ ഉയർത്തുവാൻ, ഒരു മനുഷ്യൻ്റെ മേൽ നന്മ ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവിക പ്ലാൻ പ്രകാരം ഓരോരുത്തരെയും ദൈവം ഉയർത്തുന്നു. അതെ, നമ്മളുടെ കാലഗതികൾ അവൻ്റെ പക്കലാണ്. നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവൻ കൽപ്പിക്കുന്നതൊക്കെയും ജീവിതത്തിൽ പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ നിനക്ക് ജീവായുസ്സും ദീർഘകാലവും നന്മയും ദൈവം നൽകിത്തരും എന്ന് ആവർത്തന പുസ്തകം 30 അധ്യായം 20 പറയുന്നു. ദൈവപൈതങ്ങളെ, അനേക കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ പലപ്പോഴും നാം വ്യാകുലപ്പെട്ട് യാത്ര ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളും നിരാശകളും വേദനകളും നമ്മെ അലട്ടാറുണ്ട്. ചിലയിടത്ത് ആര് നമ്മെ സഹായിക്കുമെന്നോർത്ത് വ്യാകുലപ്പെട്ട് ആശങ്കപ്പെട്ട് ജീവിതത്തിൻ്റെ ദിവസങ്ങൾ, മണിക്കൂറുകൾ നാം കഴിക്കാറുണ്ട്. എന്നാൽ സദൃശ്യവാക്യം 28:20 വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. അതെ, ആരും നമ്മെ സഹായിപ്പാനും അനുഗ്രഹിപ്പാനും ഇല്ലെങ്കിലും വിശ്വസ്തനായി ദൈവസന്നിധിയിൽ ദൈവിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് സത്യസന്ധതയിൽ, ആത്മാർത്ഥതയിൽ, ദൈവഹിതത്തിനനുസാരമായി, ദൈവഹിതത്തിന് അനുരൂപമായി ജീവിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ വിശ്വസ്ത പുരുഷനെ അനുഗ്രഹ സമ്പൂർണനാക്കി മാറ്റുന്ന ദൈവവചനത്തിൻ്റെ നീതി എന്നേക്കും ഒരുവൻ്റെ മേൽ നിലനിൽക്കുന്നു. അതെ, ദൈവവചനത്തിൻ്റെ നീതിയെ ആർക്കും മാറ്റാൻ കഴിയുന്നതിനേക്കാൾ വിശാലവും ആഴമേറിയതുമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവത്തെ വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, ദൈവം നൽകുന്ന നന്മകളെ വിശ്വസ്തയോടെ ഉപയോഗിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുമെങ്കിൽ നമ്മളുടെ കാലഗതികൾ നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ ഇരിക്കുന്നു. അവൻ ദിവസങ്ങളെ മാറ്റുകയും ജീവിത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുകയും നന്മയും അനുഗ്രഹവും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്ന് കർത്താവ് നമ്മെ വഴി നടത്തുകയും ചെയ്യും. ആയതുകൊണ്ട് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവാലോചനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.